ഇന്ന് ഞാനൊരു ദേശത്തിൻ്റെ കഥ പറയാം. ഞാൻ ഈ പറയുന്ന കഥകളും കാര്യങ്ങളുമൊക്കെ എൻ്റെ വായനയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ചില അറിവുകൾ, എൻ്റേതായ അനുഭവങ്ങൾ, എനിക്ക് ചുറ്റുവട്ടത്തു നിന്ന് ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളും അനുഭവങ്ങളിൽ നിന്നുമൊക്കെ അതിൽ എനിക്കിഷ്ടപ്പെട്ടത് ചിലത് ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്തടുത്തുള്ള 2 ദേശങ്ങൾ, ഓരോ ദേശത്തിനും അവിടെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ഓരോ ജനപ്രതിനിധികളുണ്ട്. 2 ദേശങ്ങളിൽ ഒരു ദേശം എന്നും ആളുകൾ തമ്മിൽ കലഹവും ബഹളവും പ്രശ്നങ്ങളുമാണ്. രണ്ടാമത്തെ ദേശത്ത് യാതൊരുവിധ ബഹളമോ ആളുകൾ തമ്മിലുള്ള ശണ്ടയോ ഒന്നും തന്നെയില്ല. ആദ്യത്തെ ദേശത്തെ ജനപ്രതിനിധിക്ക് ഇത് കണ്ടപ്പോൾ അത്ഭുതമായി. അദ്ദേഹം രണ്ടാമത്തെ ദേശത്തെ ജനപ്രതിനിധിയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ദേശത്ത് ആളുകൾ തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത്? അദ്ദേഹം പറഞ്ഞു, 2 പേർ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ, ശണ്ട കൂടുമ്പോൾ ഞാൻ ആദ്യത്തെ ആളോട് പറയും, നിന്നോട് ശണ്ട കൂടിയപ്പോൾ അവന് വല്ലാത്ത വേദനയുണ്ട്, അവന് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. രണ്ടാമത്തവനോട് ഞാൻ പറയും, നിന്നെ കാണണമെന്ന് അവന് അതിയായ ആഗ്രഹവും നിന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹവും അവനുണ്ട്, നിന്നോട് വഴക്ക് കൂടിയതിൽ അവന് വല്ലാത്ത വിഷമമുണ്ട്. പിറ്റേ ദിവസം ഇവർ തമ്മിൽ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും. അവിടെ തീരും അവരുടെ വിദ്വേഷവും ദേഷ്യവും ഒക്കെ. നമ്മൾ എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെയാവും കൊയ്യുക. നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാം. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് കാണാനും അത് പ്രോത്സാഹിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ആളില്ലാതിരുന്നാൽ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കയ്യിൽ മുറിവുണ്ടാക്കാനുള്ള ആയുധങ്ങളുണ്ടാവും. പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കയ്യിൽ മുറിവുണക്കാനുള്ള ഔഷധവും ഉണ്ടാവും. നമുക്ക് 2 തരത്തിൽ ജീവിക്കാം. പ്രശ്നങ്ങൾക്ക് കാരണക്കാരനായും പ്രശ്നങ്ങളുടെ അന്തകനായും, അല്ലേ?